ജമ്മു കാശ്മീരിൽ ഭീകരർക്കെതിരെ വീണ്ടും സൈന്യത്തിന്റെ മിന്നലാക്രമണം. പുൽവാമയിലെ കാട്ടിൽ ഒളിച്ചിരുന്ന 2 ഭീകര സഹായികൾ പിടിയിലായി. ഭീകരവാദ ശൃംഖലയെ കടപുഴകി എറിഞ്ഞ് ഇന്ത്യൻ സുരക്ഷാ സേന. ഭീകരർക്കായി പ്രദേശത്ത് കനത്ത തിരച്ചിൽ സുരക്ഷാ ഏജൻസികൾ നടത്തുകയാണ്. നന്ദഗോപനാണ് ചേരുന്നത്. നന്ദൻ, എത്രത്തോളം വലിയ തിരച്ചിലാണ് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? ഈ 2 പേരെ പിടിച്ചല്ലോ, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഏതെങ്കിലും ഭീകര സംഘടനകളുടെ ഭാഗമായിട്ടുള്ളവരാണോ പിടിയിലായത്? ജമ്മു കാശ്മീരിൽ നിന്നുമാണ് ഇന്നിപ്പോൾ 2 ഭീകരരെ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ 44-ാം ബറ്റാലിയനും അതേപോലെ തന്നെ CRPFിൻ്റെ 183-ാം ബറ്റാലിയനും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിൽ പിടികൂടിയിരിക്കുന്നത്. ഇവരിൽ നിന്നും തോക്കുകളും അതേപോലെ തന്നെ ഗ്രനേഡുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്. രാജ്യത്ത് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൻ്റെ മണ്ണിൽ ചോരയൊഴുക്കുവാൻ വേണ്ടിയായിരുന്നു ഈ ഭീകരരുടെ ശ്രമം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവർ ഭീകരരെ സഹായിച്ചവരാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ പോലീസും അതേപോലെ തന്നെ സുരക്ഷാ സേനാ വിഭാഗങ്ങളും വ്യക്തമാക്കുന്നത്. ഏതായാലും കൂടുതൽ ഭീകരർ ഈ മേഖലയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീരിലുടനീളം പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ രാജ്പോറയിലെ സിബിനാഥ് സമീപമുള്ള യാർവാൻ കാടുകൾ ഒളിച്ചിരുന്ന ഭീകരരെയാണ് പിടികൂടിയത്. ഈ യാർവാൻ കാടുകളിൽ ഇപ്പോൾ പരിശോധന കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ഗൗതം.